ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പത്മകുമാറിന് പിന്നാലെ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നുവെന്ന് സൂചന. പത്മകുമാറിനെ കസ്റ്റഡിയിൽ തിങ്കളാഴ്ച വാങ്ങി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്ന് നിർണായകമായ ചില രേഖകൾ SIT പിടിച്ചെടുത്തെന്നും വാർത്തയുണ്ട്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിൽ SIT ഇന്ന് തീരുമാനമെടുക്കാൻ സാധ്യത. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ അന്വേഷണം വളരെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യമാണോ ഈ ആറന്മുളയിലെ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്? SK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി ഇങ്ങനെയാണ്. അതായത് ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി ബന്ധപ്പെടുന്നു കാണിച്ചുകൊണ്ട് ആദ്യം കത്ത് നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കാണ്. ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ ഓഫീസിലേക്കാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ തനിക്ക് സ്പോൺസർഷിപ്പ് ഇന്ന ആളുകളുണ്ട്, അങ്ങനെ ഈ കട്ടിലപ്പാളിയിൽ സ്വർണം പൂശി നൽകാമെന്ന ഒരു കത്ത് നൽകുന്നത് ദേവസ്വം മന്ത്രിക്കാണ്. ഈ കത്താണ് അവിടെ നിന്നും ദേവസ്വം ബോർഡിന് ലഭിക്കുന്നതെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് ഇതിൽ SITക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബോർഡിന് പോലും പരിചയപ്പെടുത്തുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ നിലവിലുള്ള പ്രതിപട്ടികയിൽ അന്നത്തെ ദേവസ്വം മന്ത്രി പ്രതിപട്ടികയിൽ ഇല്ല. അപ്പോൾ ഈ പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില സ്പോൺസർമാർ ചില പദ്ധതികൾ തുടക്കമിട്ട് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് 2019 അങ്ങനത്തെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് SIT പരിശോധിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യുക. ഈ പ്രതിപട്ടികയിലേക്ക് കൂടി അങ്ങനെ ഉന്നതരായിട്ടുള്ള ആളുകൾ കൂടി നീളാനുള്ള സാധ്യതയുണ്ട്. ഇനി അന്നത്തെ ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ചർച്ച ചെയ്ത വിഷയമാണ് ഈ വാതിൽപ്പടി സ്വർണം അത് കൈമാറ്റം ചെയ്യുന്ന വിഷയം. അത് ദേവസ്വം മാനുവൽ ലംഘനം എന്ന രീതിയിൽ തന്നെ ആണ് അന്ന് ബോർഡ് അത് ചർച്ച ചെയ്തത്. അന്ന് ആ സമയത്ത് ബോർഡിൽ പങ്കെടുത്ത അന്നത്തെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസും ഒപ്പം തന്നെ ജയകുമാറുമുണ്ട്. നിലവിൽ അന്ന് ബോർഡ് എടുത്ത തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഒപ്പം തന്നെ പങ്കുള്ളവരാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജയകുമാറിനെയും ശങ്കർദാസിനെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ SITയുടെ തീരുമാനം. അന്നത്തെ ദേവസ്വം ബോർഡ് അജണ്ടയിൽ അന്ന് പിത്തള എന്ന് രേഖപ്പെടുത്തിയത് അത് സ്വന്തം കൈപ്പടയിൽ ആ പിത്തള എന്ന് എഴുതി മാറ്റിയത് ചെമ്പെന്നാക്കിയത് പത്മകുമാറാണെന്നാണ് SITയുടെ നിലവിലത്തെ നിഗമനം. അത്തരത്തിൽ അന്വേഷണം ഉന്നതരായിട്ടുള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. തിങ്കളാഴ്ച കസ്റ്റഡി ലഭിച്ചാൽ പത്മകുമാർ ഇനി ആരുടെയൊക്കെ പേരുകൾ പറയും, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ പത്മകുമാർ നൽകാനുണ്ടോ എന്നാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരാളെ പിടികൂടുന്നു, അയാളുടെ മൊഴിയിലാണ് വീണ്ടും തുടർച്ചയായി അറസ്റ്റ് കൂടുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നാണ് മുരാരി ബാബുവിലേക്കും KS ബൈജുവിലേക്കും സുധീഷ് കുമാറിലേക്കും പിന്നീട് N വാസുവിൻ്റെ മൊഴിയിൽ നിന്നാണ് പത്മകുമാറിലേക്കും ഈ കേസിൽ അറസ്റ്റുകൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒടുവിൽ പിടിയിലാകുന്ന ആളുകളുടെ മൊഴിയിലനുസരിച്ച് വീണ്ടും ആളുകൾ പിടിയിലാകുന്നു. അങ്ങനെയെങ്കിൽ ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്, അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണോ SIT നീങ്ങുന്നത്? ചോദ്യമുനയിൽ ഇനി ആരൊക്കെ കുടുങ്ങും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിന് വരുന്ന മണിക്കൂറിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും പല നിർണായകമായിട്ടുള്ള തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തി 2019 ഈ കടകംപള്ളി സുരേന്ദ്രൻ തന്റെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ചില ഇടപാടുകളെ സംബന്ധിച്ചും ഇവർ തമ്മിലുള്ള ക്രയവിക്രയം സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തതിന് മുൻപ് തന്നെ പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വിവരശേഖരം നടത്തിയ ശേഷമായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റിലേക്കടക്കം നീങ്ങിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.